ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഗിബോറ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ്. ചെക്ക് ഇൻ ചെയ്ത് എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. 18ാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. വന്ന് കയറി ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ മുടിയൊക്കെ ഒന്ന് ഉണക്കി കൊടുത്തു. പിന്നെ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞങ്ങളുടെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ അന്ന് നടന്നതെന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റീകോൾ ചെയ്ത് എപ്പോഴും ഉറങ്ങിപ്പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണ്ണീറ്റ് തന്നെ ലേറ്റായിട്ടാണ്. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഞങ്ങൾ റഷ് ചെയ്യുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ട് ദുബായിലേക്കാണ്. ഞങ്ങളെങ്ങോട്ടും പോവല്ല, ബട്ട് ഒരാൾ വരാനുണ്ട്, എൻ്റെ സിസ്റ്റർ. പുള്ളിക്കാരി UK നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ്. കുറച്ച് ദിവസം നിന്നിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് പോകാനുള്ള പ്ലാനിലാണ് പുള്ളിക്കാരി വരുന്നത്. എന്നെ നോക്കി കുറച്ച് നേരം നിന്നു, പക്ഷേ ഞാനാണ് പുള്ളിക്കാരിയെ ആദ്യം കണ്ടത്. വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഒന്നുകൂടെ പുള്ളിക്കാരിയെ ഒന്നുകൂടെ നടത്തിച്ചു ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല കിടിലം മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി അവിടുന്നേ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം അവിടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് കൂട്ടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനും അവളോടെ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു വരുന്നത്. നാളെ ബാക്കി കാണാം.